ചെറുപ്പനടുത്ത് അടിച്ചിട്ടുണ്ട്. നോക്കൂ ഗൈസ്, നോക്കൂ, ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങൾ കണ്ടോളൂ. ഇങ്ങനെയുള്ള കൊടുങ്കാട്ടുകളിലൂടെയാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. എപ്പോഴുള്ള പോലെ എൻ്റെ കൂട്ടത്തിൽ കുട്ടുമുണ്ട് പുറകിൽ. ഇത്രയും ഡേഞ്ചറായിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ഫിഷിങ്ങും ചെയ്യാൻ പോകുന്നത്. നമ്മൾ അത്രയധികം റിസ്ക് എടുത്തിട്ട് പോകണേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊന്നുമല്ല, ആ ഷാഡിൻ്റെ വലിപ്പമാണ്. ഏതാ അടിച്ചു. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്ന് പോലും അറിഞ്ഞില്ല. അറിയില്ല. ഇല്ലില്ല, പോവാന്നും പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ചുമ്മാ എറിഞ്ഞിട്ട് ഫോളോ കിട്ടി. രണ്ടാമത് ഒന്നാണ് എറിഞ്ഞ് അടിച്ച്. ചെറുതൊന്നുമല്ല, സാധനം അടിച്ചു. തരക്കേട്ടില്ല, റീലുണ്ടാവും. കിടിലായിരുന്നു. നോക്കി സെറ്റ് സാധനം. ഓ ആ നോക്കി ഷാടുമേലായിട്ട് അടിച്ചത്. ചുമ്മാ തമാശക്ക് എറിഞ്ഞതാ. നോക്കി അടിച്ചപ്പോൾ ഇത്ര വലിപ്പൊന്നും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ല. രാവിലെ നമുക്കൊരു മീൻ കയറ്റുന്നുണ്ട് കേട്ടോ. അവളുടെ ഫസ്റ്റ് മീൻ കയറ്റണ്ടേ. കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തൊരു സൈസാണ്. കുഴപ്പമില്ലാത്തൊരു സൈസ് വിയറ്റ്നാം വരാൽ. ചെറുതാണ്, എന്നാലും നമുക്ക് എടുക്കാം. ഡിസൈനൊക്കെ നല്ലൊരു മാറി മാറി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉള്ള കരിപ്പിടിയൊക്കെ 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതാ. പോയോ? ഇല്ല. നമുക്ക് വീണ്ടും ഡൈനോ ചാക്കോടെ തുറക്കോ? ഡൈനോയിലടിച്ച മീനാണ്. ഇവനിട്ട് നേരത്തെ എന്താ പണി കിട്ടിയതാണത്. ചെകളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. നോക്കി, ചെകളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. അടിച്ചിരിക്കുന്ന ഫ്രോഗ് ദേ പെക്സോൻ്റെ ഡൈനോ. നൈസ് ഫ്രോഗാണ്. അല്ല മീൻ കണ്ടല്ല, നൈസ്, നല്ല പിന്നൊക്കെ വിരിച്ചിരിക്കണം. നോക്കി, ഡൈനോ വൈലറ്റ്സ്. ഓക്കെ, വേറെ എല്ലാം കിട്ടുമോ നോക്കാം. കുട്ടുവിനടുത്ത് അടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരേ സ്പോട്ടിൽ നിന്നല്ല അടിക്കാം. കയറിച്ചില്ല. ആ വേണ്ട, റിസ്ക് എടുക്കണ്ട. കുട്ടുവിനൊരു മീൻ അടിച്ചിട്ടുണ്ട്. പോട്ടില്ല മീനുണ്ട്. അത്ര ലിഫ്റ്റ് ചെയ്യല്ലേ. അയ്യേ, ഈ ചപ്പടാച്ചാണ് അടിച്ചത്. ഏടാ ഊരിപ്പോയെ, അധികം ഇതായില്ല. അട്ടിയുടെ പവറൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചൊരു ഹെവി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് നൊക്കളച്ചുള്ള സ്ഥലം അത്. ചില വിട്ടു ചീറ്റിപ്പോയി. ചാക്കിന് കുറച്ച് തീറ ബെയിലാൻ പോപ്പണാക്കി ലെസ്സി കുടിഞ്ഞു കുറയിൽ. നമ്മുടെ ലേസറല്ല ക്യാച്ചറയിൽ നേരത്തെ മീനടിച്ചതും ഞാൻ അടിച്ചതിൻ്റെ തൊട്ട് പറയുന്ന അതേ സ്ഥലത്ത് നിന്ന് അവൻ അടിച്ചു. ഇതും അതുപോലെ തന്നെ എനിക്കടിച്ചു, തൊട്ട് പറയുന്ന അടുത്തടിച്ചു. പാർപ്പൊന്നുമല്ല കേട്ടോ. അവിടെ കുഞ്ഞുങ്ങളൊന്നും കാണാം കേട്ടോ. അവിടെ വീണ്ടും അടുത്തൂടാ, അവിടെ പിന്നെയുണ്ട്. നെക്സ്റ്റ് കളയല് കയറ്റം കുളവത്തം പറ്റി ഇങ്ങനെ എടുക്കുമ്പോൾ വിട്ടുപോകണത്.
അപ്പം നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് സിക്കാടൽ, ചുമ്മാ എറിഞ്ഞതാ. ഫ്രോഗ്. കുഴപ്പമില്ല. ഞാൻ ചുമ്മാ എറിഞ്ഞതാ. നമുക്ക് സിക്കാടലൊരു മീൻ അടിച്ചിട്ടുണ്ട്. പ്ലെയർ നിൻ്റെ ഇല്ല? പ്ലെയർ ആവശ്യം വരും. അണ്ണാക്കില്ല ഫ്രോ ഇത്. ഇല്ല. ഏതാ ബാഗിനകത്തിട്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇട്ടുണ്ടാവും. കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് കിട്ടിയ അതായിട്ട് കാണിക്കുന്നില്ല, പണി കിട്ടാൻ സാധ്യത. കാരണം വെള്ളത്തിലായതുകൊണ്ട് നിൽക്കുന്ന വെള്ളത്തിലാണ്. സിക്കാട് ആണല്ലോ സിക്കാടിലടിച്ചത്. ആണല്ലോ സിക്കാടിലടിച്ചത്. കുഴപ്പമില്ല, ഒരു 1/2 കിലോ അടുത്തുണ്ടാവും. ഓക്കെ, സിക്കാട് ഏറ്റവും ഫേവറേറ്റ് ഫ്രോ കേട്ടോ, സിക്കാട്. കുട്ടുവിന് മീൻ അടിച്ചിട്ടുണ്ട് അവിടെ. വലിപ്പമുണ്ടോ തോന്നുന്നു? സ്റ്റിക്കാനോ കുട്ടുവിൻ്റെ സ്റ്റിക്കൊക്കെ താഴെ പോയി കേട്ടോ, വെള്ളത്തിൽ പോയി. മറ്ററിയില്ല, ഞാൻ അഴിച്ചിട്ടില്ല, സർവീസ് ചെയ്തിട്ടില്ല. അധികം ഓർത്തോളോ. വെള്ളത്തിൽ വിട്ടില്ല. എൻ്റെ ചാക്കിൻ്റെ വള്ളിയൊക്കെ എന്ത് കാണിച്ചാ കേട്ടു. അധികം നേരം കാണിക്കല്ലേ, വെള്ളത്തിൽ നിൽക്കുന്നത്. പെക്സോൻ്റെ ക്യാച്ചറിലത്, ക്യാച്ചറിൽ അടിച്ചതാണ്. കിടിലൊരു സാധനം. എനിക്കിപ്പോൾ കിട്ടിയത് അത്ര തന്നെ ഉണ്ട്. സെറ്റ് പടേ പവർ.